ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ നന്ദു ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു, വേറെ ഒന്നല്ല. എൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ ലൈറ്റ് വെച്ചിട്ടുള്ളൂ, ഈ ഭാഗത്ത് ലൈറ്റ് വെച്ചിട്ടില്ല. നിങ്ങൾക്കറിയായിരിക്കും, നേരിട്ട് എനിക്ക് റിഫ്രാക്ഷൻ അടിക്കുന്നത് റിംഗ് ലൈറ്റിലെ ലൈറ്റാണ്. ഇപ്പുറത്ത് CFL ബൾബ് ഊരിയിട്ട് ആ ബോക്സിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ വെളിച്ചമാണ് എനിക്ക് അടിക്കുന്നത്. അപ്പൊ എന്റെ ശരീരത്തേക്ക് അടിക്കുമ്പോൾ റിഫ്ലക്ഷൻ ചുമരിലേക്ക് അടിക്കുന്നു. അത് ഇവിടുന്നും കൂടി കറക്റ്റ് വരികയാണെങ്കിൽ എന്റെ ചുമരിലേക്ക് അടിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. അത് റിംഗ് ലൈറ്റ് വെക്കാമായിരുന്നു, പക്ഷെ റിംഗ് ലൈറ്റിന് ട്രൈപോഡ് ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് കുറച്ചൊരു കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്, വിവോയുടെ X100ന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് നേരെ ഒന്ന് പോയാലോ. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഇങ്ങനെ ഇടപെട്ട് എന്തിനാണ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് എന്തിനാ വീഡിയോ ഇടുന്ന ബ്രോ? വേറെ ഒന്നുമില്ല, ഞാനിത് അന്നേ എടുത്തു വെച്ചതാണ്. ഇത് അന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യാൻ കണ്ടന്റ് ഞാൻ എടുത്തു വെച്ചതാണ്. ഷൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനി കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഭയങ്കര കടപ്പിലായി. അപ്പോൾ ഭയങ്കര ക്ഷീണമല്ലായതുകൊണ്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് സിറ്റി 9300 ആണ് വരുന്നത്. അതായത് മീഡിയടെക് ഡയമണ്ട് സിറ്റി 9300 എന്ന് പറയുന്നത്, അതായത് സ്നാപ്ഡ്രാഗന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയ ചിപ്സെറ്റിൽ നിന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 3 കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ബെറ്റർ ആയിരിക്കും. ഈ മീഡിയടെക് ഡയമണ്ട് സിറ്റിയിൽ എന്തിന് കൊടുത്തു എന്ന് എനിക്കറിയില്ല. അത് പ്രത്യേകിച്ച് വിവോ സ്നാപ്ഡ്രാഗൺ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തുണ്ടാവും. ഇതിപ്പോ മീഡിയടെക്കിൽ എന്തിനാ പോയി പിടിച്ച വിവോ എന്ന് എനിക്കറിയാത്തത്. ഇനി അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ഇത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്യാമറയിൽ വരികയാണെങ്കിൽ 4.3 ഒപ്റ്റിക്കൽ എന്താ പറയുക, ഒപ്റ്റിക്കൽ സൂമിങ്, അതായത് സൂം ഉണ്ട്, ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. പെരിസ്കോപ്പ് അത്രയും ലെൻസ് ഉണ്ട്. സോണിയുടെ IMPXM അങ്ങനെ എത്രയോ പറഞ്ഞ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. സോണിയുടെ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 4 ക്യാമറയാണ് വരുന്നത്. ഒന്ന് 15 MP, 4 3 ക്യാമറ തോന്നുന്നു. ഒന്ന് പെരിസ്കോപ്പാണ് വരുന്നത്, 3 ക്യാമറയും 1 പെരിസ്കോപ്പാണ് വരുന്നത്. അതായത് 50 MP, 64 MP 3 ക്യാമറയാണ് വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യത്തിന് മുന്നേക്കാൾ X19 X18 എല്ലാം ഇറങ്ങിയതിനും കാട്ടി പിന്നെയും കൂടി ക്യാമറ ബെറ്റർ ചെയ്തിട്ടാണ് അവർ ഇറക്കുന്നത്. 1260 ഇൻറ്റു 2400 പിക്സലാണ് വരുന്നത്. കുഴപ്പമില്ല. കേർവ്ഡ് എഡ്ജാണ് വരുന്നത്. വിവോന്റെ പ്രത്യേകിച്ച് പകുതി മുക്കാലും ഫോണുകളും കേർവ്ഡ് ആണ് വരുന്നത്. അതായത് ഇപ്പൊ ഇറക്കിയ ഏകദേശം വിവോയുടെ V സീരീസ് എല്ലാം വരുന്നത് കേർവ്ഡ് ആണ്. അവർ ഓരോ സീരീസ് ഉണ്ട്. X സീരീസ് മൊത്തം കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇറക്കിയിരിക്കുന്നത്. 120 Hz റീഫ്രഷ് റേറ്റും തന്നിട്ടുണ്ട്. വിവോയുടെ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വിവോയുടെ X100ൽ വരുന്നത്. X100 Pro Plus വരുന്നത് 5400 mAh ബാറ്ററി കപ്പാസിറ്റിയാണ്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇത്ര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകും. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് വരാണെങ്കിൽ എനിക്ക് ഇതിൽ മെയിൻ ആയിട്ട് പോരായ്മ തോന്നിയിരിക്കുന്നത്, ഇവര് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്നാപ്ഡ്രാഗൺ എടുത്താൽ മതിയായിരുന്നു. വിവോയുടെ ഞാൻ റെക്കമെൻഡ് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇവിടെ വേണമെങ്കിൽ തമ്പനിയിൽ കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത് പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവോനെ കുറിച്ചിട്ട്. അതായത് വിവോ നല്ല ഫോണാണ്, എൻ്റെ അമ്മോ DSLRന്റെ വെഡിങ് മോഡൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാലോ, ഞാൻ എടുത്ത ഫോണ് 26,000 രൂപയ്ക്കാണ്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ 27,000 രൂപ. അത്രയും പ്രൈസ്, ഓവർ പ്രൈസ്. അതായത് സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ് വെച്ചിട്ട് വിവോ ഇറക്കിയ ഫോണാണ്. ഈ കേർവ്ഡ് ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 120 Hz റീഫ്രഷ് റേറ്റ്. പക്ഷേ ഞാനിപ്പോൾ പറയാലോ, ഞാനിപ്പോൾ ഗതിക്ക് ചെയ്യുന്നത്. കാരണം ഇതിലും നല്ല 4K കിട്ടുന്ന 18,000 രൂപയ്ക്ക് മൊബൈലുണ്ട് റിയൽമിയുടെ. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് പോയി എടുത്തത്. പക്ഷെ എനിക്ക് പണ്ടേ കേർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. എനിക്ക് ഏതെങ്കിലും ഒന്നല്ല, കേർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പർച്ചേസ് ചെയ്തതും. കാണാൻ നല്ല ലുക്ക് ഉണ്ട്, ആൾക്കാർ പെട്ടെന്ന് നോക്കും മൊബൈല്, അതിൻ്റെ ആ ഒരു ലുക്ക് ആണ്. പക്ഷെ അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് നന്നായ രീതിയിൽ വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ പറയുകയാണ്, വിവോ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ മണ്ടത്തര ഡയമണ്ട് സിറ്റി എടുത്തത്. സ്നാപ്ഡ്രാഗൺ എടുക്കുകയാണെങ്കിൽ പിന്നെയും നല്ലതായിരിക്കാം. ഇപ്പോൾ വിവോ എടുത്തിരിക്കുന്ന ഡയമണ്ട് സിറ്റി 9300 എന്നാണ്. കുഴപ്പമില്ല, പക്ഷേ അത്
ഇനി യൂസ് അത് ഇന്ത്യയിലേക്ക് വന്ന് ഇനി റിലീസിങ് ഡേറ്റ് ഞാൻ പറഞ്ഞില്ല. അടുത്ത മാസം ജനുവരി 4-ാം തീയതി ഗ്ലോബലായിട്ട് അവർ റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ജനുവരി 4-ാം തീയതി ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിൽ ഓൾറെഡി അത് റിലീസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ നടക്കാൻ പോകുന്നു ഈ ഡയമണ്ട് സിറ്റി വെച്ച ഈ വിവോ X100 എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഐ ആം യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.